ഒരു 9 വർഷം മുമ്പ് നമ്മുടെ കൂടെ നടന്ന ഒരു വലിയൊരു ചതിയായിരുന്നു. നമ്മളൊരു സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും കിഡ്നാപ്ഡ് കുട്ടികളായിരുന്നു. നമുക്കറിഞ്ഞില്ല. ഈ ഒരു കമ്മ്യൂണിറ്റി കുട്ടികളെ വളർത്തുകയാണ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. ആ കുട്ടികളെല്ലാം എൻ്റെ സ്കൂളിലിട്ടു. ഒരു വിധത്തിലും എനിക്ക് ആ സ്കൂൾ നടത്തുന്നവർക്ക് ശരിക്കും ഫൈനലി ഈ ഇൻഫർമേഷൻ വെളിയിൽ വന്ന ഈ റെയ്ഡ് നടന്ന് 36 കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് എനിക്കറിയില്ല ഈ കുട്ടികൾ എല്ലാവരും കിഡ്നാപ്ഡ് കുട്ടികളാണ്. ആ കുട്ടി എണിച്ച് പറയുന്നത്, ഞാൻ ഇവരുടെ ഓർഗനൈസേഷന് $10,000 ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു, ഇനിയൊരു 10 പേരെ എന്നെ മാച്ച് ചെയ്യൂ. ഇൻ ലെസ് ദാൻ 30 സെക്കൻഡ്സ് 10 പേര് എണിച്ചു മാച്ച് ചെയ്തു. $100,000 ആണ് അന്ന് റേസ് ആയത് ഈ കോസിന് വേണ്ടിയിട്ട്. ഒരു കാശും ബ്ലാക്ക് ആയിട്ട് എത്തിയിട്ടില്ല, എല്ലാം ശരിക്കും വൈറ്റ് ട്രാൻസാക്ഷൻ. ഗൂഗിൾ എനിക്ക് $1 million ആണ്, 5 കോടി. ലോക്ക്ഡൗൺ കഴിഞ്ഞൊരു 12ാമത്തെ ദിവസം മാക്സിമം ആൾക്കാർ ഓൺലൈനിൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത് സെക്സ് വിത്ത് ചൈൽഡ്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു 1.5 lakh people in less than 1.5 hours or 2 hours in that particular day. ട്രാഫിക്കേഴ്സും ക്രിമിനൽസും. എങ്ങനെയാണ് ആ ബിസിനസ് നടക്കുന്നത്? ഏതൊരു ബിസിനസ് നടക്കുന്നത് കൺസ്യൂമറിൻ്റെ ആവശ്യം എന്താണ് അത് നോക്കിയിട്ടാണ്. കാന്താര പടം ഓടി, ഓക്കെ, എന്തിനാണ് ഓടിയത്? കൺസ്യൂമറിൻ്റെ ആവശ്യം നോക്കിയിട്ടാണ് ആ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയത്. സപ്ലൈയുടെ കാരണം എന്ന് പറയുന്നത് ഡിമാൻഡാണല്ലോ. അപ്പോൾ ഈ ഡിമാൻഡ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അത് ചെയ്യേണ്ടത് ഈ സർവൈവൽസിലല്ല, പുറത്താണ് നമ്മളിത് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് കുറയ്ക്കുക എന്ന പ്രോസസ്സ് പറയും പോലെ ഇവരെ സപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണോ? എന്താണ് ഈ ശരിക്കും ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലെന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഏരിയ ആണ്, രണ്ട് രീതിയിലാണ് സംസാരിക്കേണ്ടത്. എങ്കിലും ഞാൻ ചോദിക്കുക, ഈ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാം സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ശരിക്കും ഇതിലേക്ക് പോകുന്നത് ഈ പറയുന്ന ദാരിദ്ര്യമാണ് അവസ്ഥ. അങ്ങനെയാണെങ്കിൽ മറ്റിടങ്ങളിൽ ഇപ്പോൾ ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ളതല്ല, നമ്മുടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ പ്രത്യേകം സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ ചോദിക്കുമ്പോൾ ഒരുമിച്ച് ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എന്തിനാണ് ഒരുമിച്ച് ചോദിക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം പലതരത്തിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടാണ് നമ്മൾ വർത്തമാനം പറഞ്ഞു പോകുന്നത്. അത് വേർതിരിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. ഇത് ഓരോന്നും ഓരോ സ്പേസിൽ നിന്നും സംസാരിക്കേണ്ടതാണ്. അത് സംസാരിക്കാൻ അത്രയും നന്നായിട്ട് പരിചയമുള്ള, ഈ ഏരിയകളൊക്കെ പരിചയമുള്ള ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. ദാരിദ്ര്യമാണ് ഇതിൻ്റെ കാരണം, ഞാൻ അത് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവണം. ദാരിദ്ര്യം ഒരു ഫാക്ടറാണ്, ഒരു ചെറിയ ഫാക്ടറാണ്. മാനസികമായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻസാണ് കൂടുതലും ഇതിൻ്റെ സപ്ലൈയുടെ കാരണമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി ആവാം, നമ്മുടെ സ്വന്തം നീഡ് ഫോർ സംടൈംസ് എനിക്ക് ഈ പ്രശ്നത്തിന് ഇമ്മീഡിയറ്റ്ലി വെളിയിൽ വരണം, എങ്ങനെയെങ്കിൽ വരണം. ഓക്കെ, ഞാൻ ഈ ലോങ് പ്രോസസ്സിൽ പോകാനുള്ള വഴി എനിക്ക് പറ്റൂല, എനിക്ക് ശേഷിയില്ല. അങ്ങനത്തെ ഒരു മെൻ്റൽ സാഹചര്യം. എന്താണ് ലോജിക്? ഇപ്പോൾ ഒരു ഭയങ്കര ഹൈ ലെവലിലിരിക്കുന്ന മിനിസ്റ്റർ ആയിക്കോട്ടെ, ഹൈ ലെവലിലിരിക്കുന്ന അവരൊക്കെ കറപ്ഷൻ ചെയ്യേണ്ട കാരണം എന്താണ്? അവർക്ക് എന്താണ് ശമ്പളം കിട്ടുന്നില്ലയോ? എത്ര കിട്ടിയാലും ഇനി വേണം എന്ന് പറഞ്ഞ അത്യാർത്ഥിയില്ലേ? അതൊരു മെൻ്റൽ കണ്ടീഷനാണ്. ഓക്കെ, അതേ മെൻ്റൽ കണ്ടീഷൻ ഡിഫറെൻറ്റ് ലെവലിൽ ഡിഫറെൻറ്റ് വേയിലാണ് കാണും. നല്ല ശമ്പളം എല്ലാം കിട്ടുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സ്റ്റിൽ വാണ്ട്സ് ബ്രൈബ്. എന്താണ് ആ ബ്രൈബിൻ്റെ കാരണം? ഒരു മാനസികാവസ്ഥയാണ്. ഈ ഒരു മാനസികാവസ്ഥ ആർക്കും ഉണ്ടാവാം. ഓക്കെ, ലെവല് മാറുന്നേ വരും. അതൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ നമ്മൾ മോറലി വീക്കാവും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഫ്ലാഗ്സ് ഉണ്ടല്ലോ, ആൻറ്റന എന്ന് പറയില്ല, ടക്കെന്ന് വരുന്ന, അയ്യോ ഇത് ചെയ്യാൻ പാടില്ല, കുറച്ച് ആലോചിക്കണം, കുറേ ഫ്ലാഗ്സ് വരും നമ്മുടെ ഉള്ളിൽ, ടക്ക് എന്തെങ്കിലും ഒന്ന് മുമ്പ് വരും. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഈ ഫ്ലാഗ്സ് ഒക്കെ കുറച്ചിങ്ങനെ സപ്രസ് ആവുകയാണ്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞാൽ എടുച്ചാടുക, പോവുക. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന അലേർട്ട് ആൻറ്റീന, അതെ, എന്താണ് ജോലിയാണത്, കല്യാണമാണത്, പ്രേമമാണത്, സിനിമ റോളാണത്, 2 മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ, ഞാനത് ചോദിക്കട്ടെ. ആ കോഷൻ എന്ന് പറഞ്ഞൊരു സാധനം സപ്രസ് ആവണം, ആ ഫ്ലാഗ്.
അതാണ് നമ്മൾ പറയുന്നത് വൾണറബിലിറ്റി. ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് ക്രിമിനൽസ് എടുക്കുന്നത്. ഇതൊരു വശം സപ്ലൈയിൽ. അപ്പോൾ ദാരിദ്ര്യമാണ് ഇതിൻ്റെ എല്ലാ കാരണം പറയുന്നത് വളരെ തെറ്റായുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു എക്കണോമിക് ആവശ്യം ഉണ്ടാവാം, അതിൻ്റെ കൂടെ പല പേഴ്സണാലിറ്റി കാരണങ്ങളും ഉണ്ടാവും. ഡിമാൻഡിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ വരുമ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു സെക്ഷൽ സർവീസ് ഞാൻ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ലിബിഡോനെ ഞാൻ ഫുൾഫിൽ ചെയ്യണം. അതൊരു 3 വയസ്സ് കുട്ടിയാവാം, ഒരു 30 വയസ്സ് സ്ത്രീയാവാം. ആ ഒരു ഡിസയർ എന്ന് പറയില്ലേ, ഡിസയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്പലിങ് ഡിസയർ, അതാണ് ഡിമാൻഡിനെ ഫ്യൂവൽ ചെയ്യുന്നത്. ആ ഒരു ഡിമാൻഡ് ഉണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോവിഡ് സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയ ഒരു 5ാമത്തെ ദിവസമാണ് നമ്മുടെ ഒരു പാർട്ട്ണർ ഓർഗനൈസേഷൻ ഓൺലൈൻ സ്കാനിങ് ചെയ്യായിരുന്നു. അവർ കണ്ടുപിടിച്ച ഒരു ഫൈൻഡിങ് ആണ് ദാറ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞൊരു 12ാമത്തെ ദിവസം മാക്സിമം ആൾക്കാർ ഓൺലൈനിൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത് സെക്സ് വിത്ത് ചൈൽഡ്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു 1.5 lakh പീപ്പിൾ ഇൻ ലെസ് ദെൻ 1.5 hours or 2 hours ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡേ അവരിങ്ങനെ ഓൺലൈൻ സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കും. പ്രെഡേറ്റേഴ്സ് ഇത് കാണുന്നുണ്ട്, ട്രാഫിക്കേഴ്സും ക്രിമിനൽസും. എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്? ഏതൊരു ബിസിനസ് നടക്കുന്നത് കൺസ്യൂമറിൻ്റെ ആവശ്യം എന്താണ് അത് നോക്കിയിട്ടാണ്. കാന്താര പടം ഓടി, ഓക്കെ, എന്തിനാണ് ഓടിയത്? കൺസ്യൂമറിൻ്റെ ആവശ്യം നോക്കിയിട്ടാണ് ആ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയത്. അതേപോലെ ലോക്ക ഓടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓടി. ഓക്കെ, ഒരു കൺസ്യൂമർ മെൻറ്റാലിറ്റി. നമ്മൾ എന്താവശ്യപ്പെടുന്നു അത് ഏതോ ഒരു ബിസിനസ് ഗ്രൂപ്പ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഗുട്ടൻസ് തയ്യാർ ചെയ്യുന്നു. അതേപോലെയാണ് ഈ ട്രേഡിലും. ഓക്കെ, ഇതാണ് മാനസികാവസ്ഥ. ആൾക്കാർക്ക് ഇതാണ് ആവശ്യം. അങ്ങനെയാണ്. ഓക്കെ, ഇവർ ആവശ്യപ്പെടുന്ന 10 വയസ്സ് കുട്ടിയാണോ? ശരി, അപ്പോൾ ഇനി നമ്മൾ 10 വയസ്സ് കുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുക. അത് സ്കൂൾസിലാണോ, വില്ലേജസിലാണോ, സ്ലംസിലാണോ, എവിടെയാണ്, ഏത് സ്പേസിൽ നിന്നാണ് നമുക്ക് ഈ കുട്ടികളെ കിട്ടുക, ഏത് രീതിയിലാണ് കിട്ടുക? ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഡിമാൻഡിൻ്റെ ഒരു സ്പേസ് ഇവോൾവ് ആവുന്നത്. ബിക്കോസ് നമ്മൾ എന്തൊക്കെ പറയുന്നു എവിടെയും നമ്മുടെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് ബിക്കോസ് ഓഫ് ടെക്നോളജി അത് അത്ര വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾ തെളിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഒരു മൈൻഡ് സെറ്റാണ്. അത് ആണുങ്ങളിൽ ആണ് ഇരിക്കുന്ന കൂടുതൽ മൈൻഡ് സെറ്റ്. സ്ത്രീകളിലുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആണുങ്ങളുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ബയേഴ്സായിട്ട് കാണുന്നത്. ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മെജോറിറ്റി മൈൻഡ് സെറ്റിനെ അതിനെ ടാക്കിൾ ചെയ്യുക, അതിനെ ഇങ്ങനെ കുറയ്ക്കുക. ബിക്കോസ് ഈ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നാൽ ഓക്കെ, നമ്മൾ ഇത് വാങ്ങിക്കൂല, ഇനി നമ്മൾ ഈ സർവീസസ് നമുക്ക് വേണ്ട, ഓക്കെ, ഓട്ടോമാറ്റിക്കലി സപ്ലൈ കുറഞ്ഞു പോകും. ബിക്കോസ് അപ്പോൾ തിരഞ്ഞു നടക്കില്ല ആരാണ് ഇങ്ങനത്തെ ഒരു വൾണറബിൾ സ്റ്റേറ്റിലുള്ളത്, എന്തിനു വേണ്ടിയിട്ട് ചാടിപ്പോവാൻ റെഡി ആയിരിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെയാണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽ. അത് ഇന്ന് ഓൺലൈനിൽ വരുമ്പോൾ അത് ഫേസ്ബുക്ക് ആയിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇൻസ്റ്റ ആയിരിക്കാം. മുമ്പ് അതൊന്നുമല്ല, സംസാരിക്കുന്ന രീതികളായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒന്നിന് ഒരാൾക്ക് അറിയുന്ന ഒരു ഭാവമായിരിക്കാം. എല്ലാ കാലങ്ങളും ഏതോ കാലത്തിൽ നമ്മൾ ബാർട്ടർ സിസ്റ്റമിൽ നീ ഇത്രതാ ഞാൻ അത്ര തരും അങ്ങനെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത ബിസിനസ്സസ് ഇന്ന് അതേ ബിസിനസ് മോഡൽ വേറെ രീതിയിലാണ് കൺസ്യൂമർ കൺസംഷൻ്റെ, കൺസ്യൂമർ നീഡ്സിൻ്റെ, കൺസ്യൂമറിൻ്റെ ഡിമാൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ കൊടുക്കാനും. സോ ഇതിനെ നമ്മളൊരു ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി ആയിട്ടും മനസ്സിലാക്കണം. ബിക്കോസ് ആ ഇൻഡസ്ട്രിയാണ് ഇതിനെയൊക്കെ ഫ്യൂവൽ ചെയ്യുന്നത്. ഇവർക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ഓക്കെ, അത് എങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, ആരാണ് ഈസിയസ്റ്റ് കിട്ടാൻ പോകുന്നത്. ഏത് സമൂഹത്തിലും ദ വീക്കസ്റ്റ് ഈസ് ദ മോസ്റ്റ് പുവർ. ജാതിയായി എക്കണോമിക്കായിട്ട് വേറെ എന്തെങ്കിലും ഒരു മാർജിനലൈസേഷൻ പെട്ടിരിക്കുന്ന ആൾക്കാർ അവരായിരിക്കും വീക്കസ്റ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ വീക്കസ്റ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. സ്ട്രോങ്കസ്റ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ വേഗം കിട്ടില്ല. അപ്പോൾ വീക്കസ്റ്റ് ട്രാവൽ, വീക്കസ്റ്റിൽ കുട്ടികളാണ് മോർ വീക്ക് ദെൻ അഡൾട്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ക്രിമിനൽ എലിമെൻറ്റ്സ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ആയിരിക്കും. ഇതൊരു കംപ്ലീറ്റ് ഒരു ക്രിമിനൽ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു കാര്യങ്ങളുള്ള ഈ
ലൈംഗിക വൃത്തി അല്ലെങ്കിൽ സെക്സ് വർക്ക് എന്ന് നമ്മൾ വിളിക്കുന്നതും റേപ്പ് സംബന്ധമായ വിഷയങ്ങൾ, ഇത് രണ്ട് രീതിയിലാണോ നമ്മൾ കാണേണ്ടത്? ഇത് ഒരേ കാര്യത്തിൻ്റെ രണ്ടവസ്ഥകളാണോ? ശരിക്കും അതിൻ്റെ ഗവേഷണങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ ലൈംഗിക വൃത്തി ഉണ്ടെങ്കിൽ റേപ്പ് കുറയും എന്ന് പറയുന്ന വാദമുണ്ട്. അപ്പം ഈ വാദങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഫാക്ട് ബേസ്ഡ് ആയിട്ട് ചെക്ക് ചെയ്യുക? അതൊരു ഫൂളിഷ് മിത്താണ്. ഈ ലൈംഗിക വൃത്തി ഉണ്ടെങ്കിൽ റേപ്പ് കുറയും. അങ്ങനെയൊക്കെ റേപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ റെഡ് ലൈറ്റ് ഏരിയ ഉള്ള സിറ്റീസിൽ റേപ്പ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് എ വേ ഓഫ് ലെജിറ്റമൈസിങ്. ഈ വേർഡ് ലൈംഗിക വൃത്തി നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതൊരു മൂവ്മെൻ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്, വെറുതെ വന്ന വാക്കല്ല. അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒരു ലേബർ മൂവ്മെൻറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്കുകളിൽ കുറേ ആൾക്കാരുടെ എഫേർട്സ് ഉണ്ട്. ഒരു വർക്ക് റൈറ്റ്സ് കൊണ്ടുവരാൻ, ഒരു ലേബർ റൈറ്റ് മൂവ്മെൻറ്റിൽ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് തീരുമാനിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടത്. ആ ഒരു മൂവ്മെൻറ്റ് ഭാഗമായിട്ടാണ് ഈ സെക്സ് വർക്ക് മൂവ്മെൻറ്റ് തന്നെ വന്നത്. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ചോയ്സസും ഇൻഫോംഡ് കൺസെൻറ്റും രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. കുട്ടികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ലോകത്തിലെല്ലാവർക്കും ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. കുട്ടികളുടെ കാര്യത്തിൽ ഒരാൾക്കും ഒരു രണ്ടഭിപ്രായം ഇല്ല. പക്ഷേ ഈ കുട്ടി നാളെ 18 വയസ്സാകുമ്പോൾ 10 വയസ്സിൽ വിൽപ്പനപ്പെട്ടു. 10 വയസ്സിൽ അവളെ 100ഓളം ആൾക്കാർ അവളെ റേപ്പ് ചെയ്തു ബ്രോത്തലിൽ. ഇന്ന് അവൾ 18 വയസ്സ് തികഞ്ഞു. 18 വയസ്സ് തികഞ്ഞ് 10 ദിവസമായി. കഴിഞ്ഞത് 8 വർഷം എന്തൊക്കെ നടന്നു അതൊക്കെ ഓക്കെ ആണോ? നടന്ന എല്ലാ വയലേഷൻസും, നിങ്ങൾ അനുഭവിച്ച ഷെയിമും ഗിൽട്ടും, നിങ്ങളുടെ മുകളിൽ നടന്നിരിക്കുന്ന എല്ലാം, നിങ്ങൾ 18ാമത്തെ വയസ്സാവുമ്പോഴേക്കും അത് നിങ്ങളുടെ ചോയ്സ് ആവുമോ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ, എസ്പെഷ്യലി ഇന്ത്യയിൽ, ഇവിടെ ഈ നാട്ടിലും ഞാൻ കുറേ കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നിയർലി 45ഓളം കൺട്രീസ് ഞാൻ ട്രാവൽ ചെയ്തിട്ട് ആ 45 കൺട്രീസിലുള്ള എല്ലാ സ്ത്രീകൾ, ഈ സിറ്റുവേഷനിൽ കിടക്കുന്ന എല്ലാ കുറേ സ്ത്രീകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരാണ് നമ്മുടെ വില്ലിങ് ചോയ്സ് ആയിട്ട് ഇതെടുക്കുന്നത്? എൻ്റെ കരിയർ ചോയ്സ്, ഞാൻ ലൈംഗിക വൃത്തിയിൽ കയറണം. അങ്ങനെ എത്ര പെൺകുട്ടികളാണ്, എത്ര സ്ത്രീകളാണ് തീരുമാനിച്ചു വരുന്നത്? എങ്ങനെയായിരുന്നു അവരുടെ എൻട്രി? എത്ര ആൾക്കാരാണ് സ്വമേവ അവരെ ഡിസൈഡ് ചെയ്ത് ഇതാണ് എൻ്റെ ലൈഫ് ചോയ്സ്, ഇതാണ് എൻ്റെ കരിയർ ചോയ്സ്, ഇതാണ് എൻ്റെ ജീവിക്കാനുള്ള എൻ്റെ മാർഗം, ഞാൻ തീരുമാനിക്കും. എത്ര ആൾക്കാരാണ് അങ്ങനെ വരുന്നത്? എത്ര ആൾക്കാരാണ് ഒരു ഭയങ്കര ഒരു ചോയ്സ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിവൃത്തികേട് കൊണ്ട് ഡിസൈഡ് ചെയ്ത ഒരു വഴിയായിട്ട് എടുക്കുന്നത്? ഇനി വന്നുപോയി, ഇനി ഞാൻ ഇവിടെ ഇരുന്നേ തീരൂ, ബിക്കോസ് എനിക്ക് ഇനി തിരിച്ചു പോകാനുള്ള വഴികൾ കാണുന്നില്ല. അതിനെ നിങ്ങൾ ചോയ്സ് പറയൂ. ഒരു കുടുങ്ങിയിരിക്കുന്നൊരവസ്ഥ, അതിനെ നിങ്ങൾ ചോയ്സ് പറയും. അവിടെയാണ് ഞാൻ ഈ ഡിസ്റ്റിങ്ഷനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ചോയ്സ് പറയാൻ കിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ എക്സിറ്റ് കാണിച്ചേ തീരും. അവർക്ക് എക്സിറ്റ് വഴികൾ കാണിക്കണം, ഓൾട്ടർനേറ്റീവ്സ് കാണിക്കണം. ആൻഡ് അഗെയിൻ, മുമ്പ് പറഞ്ഞ പോലെ റീഹാബിലിറ്റേഷൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ഇവർക്ക് വരാനുള്ള ഒരു വഴികൾ കാണിച്ചു തരും. എൻ്റെ അനുഭവത്തിൽ, മേ ബി എൻ്റെ അനുഭവം എല്ലാവരുടെ അനുഭവം ഉണ്ടാവാൻ കിട്ടില്ല, ബിക്കോസ് ഞാൻ ഈ വഴിക്കാണ് ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം ഇങ്ങനത്തെ ഒരു അനുഭവമായി. എൻ്റെ അനുഭവത്തിൽ മോർ ദൻ 95% ഇങ്ങനെ ഒരു വഴിയില്ലാണ്ടാണ് ഈ വഴിയിൽ വന്നിരിക്കുന്ന ആൾക്കാർ. എൻ്റെ കണ്ണിൽ അവർ ട്രാഫിക് പേഴ്സൺസാണ്, ലൈംഗിക കച്ചവടത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യന്മാരാണ്. എൻ്റെ കണ്ണിൽ അവർ വിക്ടിംസാണ്, അവർ എക്സ്പ്ലോയിറ്റഡ് പേഴ്സൺസാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ഞാൻ എല്ലാവിധ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, അവർ ഹീലാവാനും അവരുടെ മുൻജീവിതം ഓരോരോ സ്റ്റെപ്പ് എടുക്കാൻ അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് സിസ്റ്റം അവരുടെ അടുത്ത് എത്തിക്കാൻ. അതാണ് എൻ്റെ. ഇനിയൊരാൾ അതിനെ വേറെ വിധത്തിൽ കാണും. ഇത് അവർ തീരുമാനിച്ചു, അവരുടെ ഇഷ്ടമാണ്, അവരിനെ നിങ്ങൾ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ പാടില്ല, അത് അവരുടെ ഇഷ്ടം കൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് അതൊരു വൃത്തിയായി. ഓക്കെ, ഞാൻ ആ ഐഡിയോളജിക്കൽ പൊസിഷനിൽ വരുന്നില്ല, ഞാൻ ഈ ഐഡിയോളജിക്കൽ പൊസിഷനിൽ വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂട്ട് ഇങ്ങനെയാണ് പോകുന്നത്, അവരുടെ റൂട്ട് വേറെ ഇതിൽ പോകും. പക്ഷേ ഈ റൂട്ടിൽ നിന്നിട്ടും ഞാൻ അവരുടെ റൂട്ടിനെ പറ്റിയിട്ട് ഞാൻ നോക്കുമ്പോൾ
ഞാൻ പറയുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്ന ഹാം, ആ ശരീരത്തിന് കൊടുക്കുന്ന ഹാം, മനസ്സിന് കൊടുക്കുന്ന ഹാം, ആ സ്പിരിറ്റിന് കൊടുക്കുന്ന ഹാമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ പറയാം അത് അവരുടെ ഇഷ്ടം, അവരല്ലേ ഹാം ആവുന്നത്, അവർ ആ ഹാമിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് അങ്ങനെയും പറയാം. എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി നിൽക്കാൻ എനിക്ക് പറ്റൂല. പക്ഷേ ഈ വിക്ടിം കൂടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുക, ഇപ്പോൾ അക്ബർ തന്നെ ഉദാഹരണം പറയുന്നത് പോലെ ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ അവർ എപ്പോൾ വേണോ നമ്മുടെ ആ സിസ്റ്റത്തെ കൊളാപ്സ് ചെയ്യാം പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പലരും ഇത് മറികടക്കുമ്പോൾ ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വന്ന സിറ്റുവേഷൻ തന്നെ കൂടെ നിന്നവർ കൃത്യമായ പ്ലാന് അറിയിച്ചില്ല എന്നുള്ളതാണ്. ആ പ്ലാനിന് വിരുദ്ധമായി സംഭവിക്കുമ്പോഴാണ് ജഡ്ജിമാർ പോലും പ്രോക്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അപ്പം ഈ കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഇത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒരുപാട് സ്റ്റാഫ് വെച്ചിട്ട് ഈ സ്റ്റാഫുകളൊക്കെ തന്നെ വിക്ടിമുകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പലപ്പോഴും അട്ടിമറിക്കപ്പെടും. ഇത് മറികടക്കുക എന്ന് പറയുന്നത് ആണ് ഞാൻ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും വലിയ ക്രൈസിസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പുറത്തൊരു ഫൈറ്റ് ചെയ്യുന്നത് പോലെ അല്ല, ഇത് അകത്താണ് ഫൈറ്റ്. അത് വല്ലാത്ത വെല്ലുവിളിയാണ്. ഇതിന് ഓരോ ഘട്ടത്തിലും ഇത് സ്വാഭാവികമായി മറികടന്ന് പോകാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം കൊണ്ട് മറികടന്ന് പോകാൻ കഴിഞ്ഞതാണോ? ഇപ്പോൾ പത്മ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അപ്പോൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ഹാം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ പിടിക്കാൻ പറ്റില്ല. അത് ഈ ചില നിർഭാഗ്യങ്ങളാണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നത് ഇതിനകത്തൊക്കെ? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ എക്സ്പീരിയൻസസും എൻ്റെ ഒരു ഉള്ളിലിരിക്കുന്ന ഒരു എൻ്റെ ഒരു സ്പിരിച്വൽ എനർജി എനിക്ക് തരുന്ന ഒരു ഡയറക്ഷൻ. ഓക്കെ, അതാണ് എൻ്റെ ഒരു സിറ്റുവേഷനിൽ എന്താ ഞാൻ പഠിക്കേണ്ടത് അത് ഫസ്റ്റ് കാണിക്കുന്നത്. പിന്നെയല്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് അയ്യോ ഇതിനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ അറിയണം, മനസ്സിലാക്കണം. പല ആൾക്കാർക്ക് പല സ്റ്റേജിലാണ് ആ ഒരു ജ്ഞാനോദയം വരുന്നത്. എനിക്ക് അന്ന് നടക്കുമ്പോൾ തന്നെ വരും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളാണ് എൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സസിനെ ഡിഫൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു എന്താ പറയുന്നത് സാഹചര്യങ്ങളെന്ന് പറയാം. പത്മയുടെ ഇൻസിഡൻറ്റ് നടന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം മനസ്സിലാക്കിയത്, ഓ എല്ലാവരെയും പറയുന്ന വാക്കുകളെ എല്ലാവരെയും വിശ്വസിക്കാൻ കിട്ടില്ല. പല രീതിയിൽ അത് നമ്മളെ കബളിപ്പിച്ചിട്ട് ഇങ്ങനെ ഇത്രയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഇത്രയും സപ്പോർട്ടീവായിട്ടിരുന്ന് നമ്മളവിടെ കുടുങ്ങി. ഓക്കെ, പക്ഷെ എങ്ങനെയൊക്കെയോ അന്ന് വെളിയിൽ വന്നു. പക്ഷെ അത് ഇന്നും നടക്കുന്നുണ്ട്, പല ഡിഫറെൻറ്റ് ഫേസസ്. ഓക്കെ, ഇന്നും കുറച്ച് ഒരു ഐ തിങ്ക് 1-2 വർഷം മുമ്പ് നടന്നത് ഒരു ട്രാഫിക്കർ എൻ്റെ ഹോമിൽ വിക്റ്റിമായിട്ട് അഭിനയിച്ചിട്ട് ഒരു നിയർലി 2.5 years ഇരുന്നു. 2.5 years എനിക്ക് അറിഞ്ഞില്ല അവൾ ട്രാഫിക്കറാണ്. ഒന്ന് മാത്രം നമുക്കൊരു വലിയൊരു ഇതുണ്ടായിരുന്നു, ദാറ്റ് ഒരു പെൺകുട്ടിയും ബാംഗ്ലാദേശിൽ വരുന്ന ഒരു പെൺകുട്ടിയും മൊഴി കൊടുക്കുന്നില്ലല്ലോ. എന്തായത്, എന്തിനാണ് ഇവർ മൊഴി കൊടുക്കാൻ ഇത്രയൊക്കെ ഹോസ്റ്റൈലാവുന്നത്? നമ്മൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും അവർ കൊടുക്കും. വേറെ എല്ലാ പെൺകുട്ടികളും കൊടുക്കുന്നില്ല, ഈ ബാംഗ്ലാദേശി പെൺകുട്ടികൾ കൊടുക്കുന്നില്ല. ഓക്കെ, അതേ സമയത്ത് ഈ പെണ്ണാണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ സ്വപ്നത്തിൽ കൂടി കാണാൻ കിട്ടില്ല. എന്താ പറഞ്ഞാൽ അവളാണ് ഏറ്റവും കോപ്പറേറ്റീവ് പേഴ്സൺ. ഹോമിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും ആക്റ്റീവായിട്ട് നടക്കുന്നു, എല്ലാ പരിപാടികളും ചെയ്യുന്നു. എന്നെ ദൂരത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടി വന്ന് എൻ്റെ കാല് പിടിക്കുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളിങ്ങനെ ഡൗട്ട് ചെയ്യുക? ഇവളൊരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു ട്രാഫിക്കറാണ്. ഒരു 90ഓളം പെൺകുട്ടികളെ ഇവൾ ട്രാഫിക് ചെയ്തിട്ടുണ്ട് ഫ്രം ബാംഗ്ലാദേശ് ടു ഇന്ത്യ. അവൾ എൻ്റെ ഹോമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എൻ്റെ ഹോമിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ബാംഗ്ലാദേശി പെൺകുട്ടികളും ഒരെണ്ണം മൊഴി കൊടുക്കാൻ പാടില്ല. ആ ഒരു റീസണിന് വേണ്ടിയിട്ടാണ് അവൾ ഒരു വിക്റ്റിമായിട്ട് അഭിനയിച്ചു. ഇന്നും അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നും ഉള്ളിലിരിക്കുന്ന ആ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം നടക്കുമ്പോൾ അത് സ്റ്റാഫായിട്ടാവാം, നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്ന സ്ത്രീകളായിട്ടാവാം, എന്നെ പോയിസൺ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നടന്നിരുന്നു. അത്രയും വിശ്വസിച്ചൊരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിക്കാൻ പോയപ്പോൾ ഭക്ഷണത്തിൽ അങ്ങനെ ഓരോന്ന് ആവുമ്പോഴാണ് നമ്മുടെ ഒരു പ്രൊസീജിയറിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ കുറച്ച് പ്രൊസീജിയറിൽ കുറച്ച് മാറ്റം വരും, ഇനിയൊന്ന് നടക്കുമ്പോൾ ഇനിയൊന്ന്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന പ്രജ്വല. ഒരു 30 വർഷത്തെ
ഇങ്ങനത്തെ ഒരു ടർബുലൻസാണ്. അന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. എപ്പോഴും ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇന്ന് ഇത്രയൊക്കെ കണ്ടു, നാളെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അത് ഇതിനെ ഇപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകും, ആ ഒരു ധാരണ മാറ്റിക്കളാം. ഈ ഫീൽഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കിട്ടില്ല. എല്ലാ ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ വെളിയിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴാണ് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പാറ്റേൺ മാറ്റിയത്, ആൻറ്റിസിഡൻറ്റ് വെരിഫിക്കേഷൻ വഴികൾ മാറ്റിയത്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേണിനെ എടുക്കാൻ പാടില്ല എന്ന് തീരുമാനങ്ങൾ എടുത്തത്. അങ്ങനെ പല ഒരു എന്താ പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു 200 സ്റ്റാഫുള്ളൊരു ഓർഗനൈസേഷനെ നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫ് പ്രോട്ടോക്കോൾസും റിക്രൂട്ട്മെൻറ്റ് പാറ്റേൺസും HR പോളിസീസും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോളിസീസ് വരുന്ന ഒരു വലിയൊരു മെത്തഡോളജി ഇങ്ങനത്തെ ഇൻസിഡൻസ് കാരണമാണ്. നാളെ ഒരു സ്കൂൾ തുടങ്ങണം, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 9 വർഷം മുമ്പ് നമ്മുടെ കൂടെ നടന്ന ഒരു വലിയൊരു ചതിയായിരുന്നു. നമ്മളൊരു സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും കിഡ്നാപ്ഡ് കുട്ടികളായിരുന്നു. നമുക്കറിഞ്ഞില്ല. 2017 നടന്നൊരു പരിപാടിയാണ്. ചെറിയ ചെറിയ കൊച്ചുങ്ങളെ 3 വയസ്സ് 2 വയസ്സ് കുട്ടികളെ പല സ്ഥലത്തുനിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ഈ കുട്ടികളെ വളർത്തുകയാണ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. ആ കുട്ടികളെല്ലാം എൻ്റെ സ്കൂളിലിട്ടു. ഒരു വിധത്തിലും എനിക്ക് ആ സ്കൂൾ നടത്തുന്നവർക്ക് ശരിക്കും ഈ ഫൈനലി ഈ ഇൻഫർമേഷൻ വെളിയിൽ വന്ന ഈ റെയ്ഡ് നടന്ന് 36 കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് എനിക്കറിയില്ല ഈ കുട്ടികൾ എല്ലാവരും കിഡ്നാപ്ഡ് കുട്ടികളാണ്. ആ കിഡ്നാപ്ഡ് കുട്ടികൾ അറിയുന്നതും എങ്ങനെയാണ്? തെലങ്കാന ഹൈക്കോർട്ട് ഒരു ഡയറക്ഷൻ പാസ് ചെയ്തു, ഈ കുട്ടികളുടെ എല്ലാവരും DNA ടെസ്റ്റ് ചെയ്യണം. DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് സോക്കോൾ മാതാപിതാ എന്ന് പറഞ്ഞിട്ട് പേര് തന്ന ആൾക്കാർ ഒരാളുടെയും DNA മാച്ച് ചെയ്യാണ്ടിരിക്കുന്നതും, അതേ സമയത്ത് സൈമൾട്ടേനിയസ്ലി ഒരു കുട്ടിയുടെ ഒരു ആധാർ കാർഡിൻ്റെ ത്രൂ നമുക്കറിയുന്നത് ഈ കുട്ടി കിഡ്നാപ്ഡാണ്. അങ്ങനെയാണ് ഈ 36 കുട്ടികളും കിഡ്നാപ്ഡാണെന്ന് നമുക്കറിയുന്നത്. സോ അവിടെ ഞാനായിരുന്നു ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ 36 കുട്ടികളെ ഒന്നും അറിയാണ്ട്. ഓക്കെ, അപ്പോൾ പല ഓർഗനൈസേഷൻ്റെ ജേർണിയിൽ പല ഘടകങ്ങളിൽ അങ്ങനത്തെ പല ഇൻസിഡൻസാണ് നമ്മുടെ വഴി തിരിച്ചത്. എങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മുടെ മിനിമം ക്രൈറ്റീരിയൻ ഉണ്ടാവുന്നത്, എന്താണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസും വന്നത്. ആൾക്കാരായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം, എത്രമാത്രം നമ്മൾ പോകണം, എത്രമാത്രം പോകാൻ പാടില്ല, ആരുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം, ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, ആരുടെ അടുത്ത് കാശ് എടുക്കണം, ആരുടെ അടുത്ത് എടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ പല സാധനങ്ങളും ഇങ്ങനത്തെ പല ഇൻസിഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാം, ഈ കൂടെ നിന്ന മനുഷ്യരിൽ ഈ ജോസ് വെട്ടിക്കാട്ട് ബ്രദർ ചില വിയോജിപ്പുകൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ കൂടെ അങ്ങനെ ഒരു ആളുണ്ടായത് പല സ്ഥലങ്ങളിലും ഇമോഷനെ നിയന്ത്രിക്കാനോ ഇല്ലെങ്കിൽ ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താനോ ഒക്കെ ആ മനുഷ്യൻ്റെ ഒരു മിടുക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പലതരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോൾ രാജേഷ് എങ്ങനെയാണോ ജീവിതത്തിലേക്ക് വന്നത്, പക്ഷേ അതിന് മുന്നേ വന്നൊരു മനുഷ്യനാണ്, ഒരു ബ്രദർ തന്നെയായിരുന്നു. ആ മനുഷ്യനൊന്ന് ഓർക്കൂ. ബ്രദർ ജോസ് വെട്ടിക്കാട്ടിൽ എൻ്റെ ഞാനിപ്പോൾ അതിനെ പെർസ്പെക്റ്റീവിൽ വെക്കുമ്പോൾ ഒരു തുടക്കത്തിന് ആവശ്യമുള്ള ഒരു ഊർജം അതായിരുന്നു ജോസ്. എനിക്കിത് ചെയ്യണം, ഇത് തന്നെ ചെയ്യണം, അതിൻ്റെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഇത് തന്നെ ചെയ്യണം എന്നൊക്കെ അറിയായിരുന്നു. ഒരു ബ്ലൈൻഡായിട്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ആ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന് പറയില്ലേ. നീ വിചാരിക്കുന്ന മേഖല അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന ആ മിഷൻ അത് കറക്റ്റാണ്. ആ സമയത്ത് എവിടെയാണ് നമ്മൾ പോകുന്നത് നമുക്കറിയില്ല, പക്ഷെ ഏത് വഴി പോയാലും അത് കറക്റ്റാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം തന്ന ഒരു എക്സ്ട്രോഡിനറി മനുഷ്യനായിരുന്നു ബ്രദർ ജോസ്. അതേ സമയത്ത് ഇന്ന് ഞാൻ ഈ 30 വർഷത്തിൽ നോക്കുമ്പോൾ കുറേ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ പ്രജ്വലയുടെ ജോസ് ഇല്ലെങ്കിൽ അത് നടന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് എൻ്റെ അറിവും എൻ്റെ ആലോചന പദ്ധതികൾ ഭയങ്കര ഷോർട്ട് ടേം ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് ലോങ് ടേം ആയിരിക്കാം, പക്ഷേ അന്ന് ഭയങ്കര
ഇപ്പോൾ ഇത് ചെയ്യണം, ഇത് ഇപ്പൊ rescue കാണുന്നു, ചെയ്യണം, അത്രേ അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ മുന്നോട്ട് വിചാരിക്കുക. ബ്രദർ ജോസ് അതാണ് എനിക്ക് കൊണ്ടുവന്നത്, മുന്നേ ആലോചിക്കുക. ഇന്ന് പ്രജ്വല ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അവരുടെ കൂടെ തന്നെ അവൻ്റെ പങ്കാളിത്തം എടുത്തിട്ടാണ് പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രദർ ജോസിൻ്റെ കോൺട്രിബ്യൂഷനാണ് പ്രജ്വലയ്ക്ക്. ആ ബ്രദർ ജോസിൻ്റെ ആ ആലോചന ഇല്ലെങ്കിൽ ഇന്ന് പ്രജ്വല ആ പാർട്ട്ണർഷിപ്പ് മോഡ്, എസ്പെഷ്യലി ബ്രദർ ജോസ് പല പ്രാവശ്യം പറയും, നമ്മളിവിടെ സേവിയേഴ്സ് അല്ല. എനിക്ക് ഓർമ്മയുടെ ഒരു ഡയലോഗ് ജോസ് പറഞ്ഞത്, ഞാൻ ജീസസ് ക്രൈസ്റ്റ് ഒന്നുമില്ല ഇവിടെ വന്നിട്ട് സേവ് ചെയ്യാൻ. അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവരും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ കാലഘട്ടത്തിൽ എനിക്കത് മനസ്സിലായിട്ടില്ല, അതാണ് സത്യം. ബിക്കോസ് അവരത്രയും കഷ്ടത്തിലുണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് പാർട്ട്ണർ ചെയ്യുക? നമ്മളല്ലേ ഇപ്പോൾ പ്രിവിലേജിൽ നിൽക്കുന്നത്, നമ്മളല്ലേ ഉള്ള ആൾക്കാർ, അപ്പോൾ നമ്മളാണ് പോയി സഹായിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് മൈൻഡ് സെറ്റ് വരുന്നത്. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം, ചെയ്യണം. പക്ഷെ ബ്രദർ ജോസ് അവിടെ ഒരു റിസ്ട്രെയിനിങ് പോയിന്റ് കൊണ്ടുവന്നു. ഇല്ല, അവരും കൂടി ഇത് ആവശ്യപ്പെടണം, അത് അവരുടെയും കൂടി ആവശ്യമായിരിക്കും. ആ ഒരു ആലോചന പദ്ധതി ഇന്ന് പ്രജ്വലയുടെ ഒരു എന്താണ് ഫ്ലാഗ്ഷിപ്പാണ്, ഫൗണ്ടേഷനാണ്. ഓക്കെ, അതെൻ്റെ ആലോചനയല്ല, അത് ബ്രദർ ജോസിൻ്റെയാണ്. ഓക്കെ, അതെൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. രണ്ടാമത്തെ ഒരു വലിയൊരു നേട്ടം എന്തായിരുന്നു വെച്ചാൽ, നേട്ടം എന്ന് പറയാൻ കിട്ടില്ല, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പ്രജ്വലാസ് ലെഗസി എന്ന് പറയാം. ഇസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ബട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ മാത്രം ചെയ്യണം. അപ്പോഴേ ആ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് പോകും. ഒരു ക്രൈമിൻ്റെ അഗെയിൻസ്റ്റ് പണിയെടുക്കുമ്പോൾ നമുക്കും പണിയെടുക്കാം, ഇല്ലയെന്നല്ല. പക്ഷെ പോലീസുകാർക്കാണ് നിയമപ്രകാരം അത് ചെയ്യാനുള്ള അവകാശമുള്ളത്. അവർക്ക് അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, അവൻ്റെ ആ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അവിടെ എത്തുന്നത്. അവരാണ് ഇക്വിപ്ഡ് വിത്ത് ദിസ് നോളജ്. അപ്പോൾ അവരായിരിക്കണം മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു അമേച്വർ ആലോചനകൾ, നമുക്ക് അതിൻ്റെ ട്രെയിനിങ് ഇല്ല, നമ്മൾ അതിൻ്റെ അക്കാഡമിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, നമ്മളൊരു ഇമോഷനിലാണ് അത് കയറുന്നത്. ആ ഇമോഷനിൽ കയറുമ്പോൾ വിട്ടുവീഴ്ചകൾ കൂടുതലാണ്. നമ്മൾ അവിടെ തകർന്നു പോയാൽ ഇനി എണീക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമുക്കൊരു സിസ്റ്റം ഇല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ലൈക്ക് ഒരു നക്സലിസം ഉണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റ് പ്രോബ്ലം ഉണ്ട്, ആരാണ് അതിനെ ഡീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ടെററിസം ഉണ്ട്, ഒരു ട്രെയിൻഡ് ലോ എൻഫോഴ്സറാണ് അതിൻ്റെ പണിയെടുക്കുന്നത്. അപ്പോൾ അത് ജോസ് എപ്പോഴും പറയും, റെസ്ക്യൂ ഒരു ഓർഗനൈസ് ക്രൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ആൾക്കാർ പോലീസുകാരാണ്, നീയല്ല. ഞാനത് കുറേ വർഷങ്ങളൊന്നും ഞാനത് ആക്സെപ്റ്റ് ചെയ്തില്ല, തന്നെ പോയി എല്ലാം ചെയ്തു. ബിക്കോസ് എനിക്ക് തോന്നി ഇപ്പം ഞാൻ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യാൻ പോകുന്നത്? നമ്പർ 1. നമ്പർ 2, എനിക്ക് വിശ്വാസമില്ല ഇവന്മാരുടെ മുകളിൽ. അങ്ങനെയായിരുന്നു എൻ്റെ മാനസികാവസ്ഥ. അങ്ങനത്തെ ഒരു സിസ്റ്റമിൻ്റെ കൂടെ പണിയെടുക്കണം, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിൻ്റെ കൂടെ അവരെ കൂടെ ചേർക്കണം, അതിൻ്റെ വഴികൾ കണ്ടുപിടിക്കണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്ന ഒരാളാണ് ബ്രദർ ജോസ്. ഇന്ന് നമ്മൾ പോലീസ് ആയിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, പ്രോസിക്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമിൽ ഇരിക്കുന്ന എല്ലാ ഒരു വെർട്ടിക്കൽസിൻ്റെ കൂടെ നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഫസ്റ്റ് കാരണക്കാരൻ ബ്രദർ ജോസ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ആ ഐഡിയ ബ്രദർ ജോസ് എന്നാണ് എനിക്ക് വന്നത്. പക്ഷേ നമ്മൾ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ബ്രദർ ജോസ് എന്ത് പറഞ്ഞു അതിൻ്റെ ഞാൻ അഗെയിൻസ്റ്റ് ആയിട്ട് പറയും. അപ്പോൾ ആ സമയത്ത് പറയുന്ന സമയത്ത് ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രദർ ജോസ് ശാരീരികമായിട്ട് ലോകത്തിലില്ലാത്ത സമയത്ത് അത് നോക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തിരുത്തിയത്. ജോസ് പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ല, അതാണ് ശരി എന്ന് തിരിച്ചറിവ് പറയും. അത് കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പം മനസ്സിലാവില്ല, പിന്നെ ഇരുന്ന് നമ്മളതിനെ ശരിയാക്കാം. അതിൽ ഞാനും ഒരാളെന്ന് മനസ്സിലാക്കിയാൽ മതി. ബിക്കോസ് ആ പറയുന്ന സമയത്ത് അടിയുണ്ടാക്കി ചെയ്യൂല എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു. പക്ഷെ പിന്നെ മനസ്സിലായി, ഇങ്ങനെയൊരു ചെയ്താൽ ഇത് കുറേയും കൂടി വർഷങ്ങൾ നമുക്ക് പണിയെടുക്കാം. ഇത് ഒരു ആക്ടിവിറ്റി ഒരു റെസ്ക്യൂന്ന് കഴിയില്ല. കുറേ റെസ്ക്യൂസിൽ മാറണമെങ്കിൽ നമ്മൾ സിസ്റ്റമിൻ്റെ കൂടെ അങ്ങനെ കഴിയുള്ളൂ. ഈ രാജേഷ് ജീവിതത്തിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നടക്കുന്നത്
ബ്രദർ ജോസ് മരിച്ചതിന് ശേഷമാണ് കല്യാണം നടക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് രാജേഷിനെ പരിചയപ്പെടുമ്പോൾ കിട്ടിയ ഒരു സ്പാർക്ക് ഉണ്ട്. അതിനെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കത് അനുഭവിക്കാൻ പറ്റും. രാജേഷിനെ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്നിട്ട് രാജേഷിനെ രണ്ടാമത് കാണുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. കുറേ നാളുകൾ സംസാരിക്കാതിരുന്നാലും ആ മനുഷ്യനെ കാണുമ്പോൾ ഉണ്ടായ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ, അവിടെയൊക്കെ എഴുത്ത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദ നെയിം ഓഫ് ബുദ്ധയൊക്കെ, അതേപോലെ നിങ്ങൾ എൻ്റെ എന്ന് പറയുന്ന സിനിമ സംരംഭമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ പോകുമ്പോഴും എനിക്ക് ആ ഡോക്യുമെൻ്ററിയുടെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അത് വല്ലാത്ത ഇതായിപ്പോയി. കാരണം അത്രയും വർഷങ്ങൾ ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി പുറകെ നടന്നിട്ട് അത് നഷ്ടപ്പെടുക, അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നഷ്ടപ്പെടുക. പക്ഷേ വിഷ്വൽസ് ഉണ്ടായിരുന്നു അല്ലേ, കോപ്പി ഉണ്ടായിരുന്നു. രാജേഷിനെ ഓർക്കുമ്പോൾ രാജേഷുമായിട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കാണുക? ഇംഗ്ലീഷിലൊരു ഒരു വാക്കുണ്ട്, ഹി ഈസ് ദ വിൻഡ് ബിനീത്ത് മൈ വിങ്സ്. എൻ്റെ ചിറകുകൾക്ക് കാറ്റ് തരുന്ന ഒരു കാറ്റോ എന്താണ് വിൻഡിനെ എന്താ പറയുന്നത് കറക്റ്റായിട്ട് ആ വാക്ക് എനിക്കറിയില്ല. ദാറ്റ് ഈസ് വാട്ട് രാജേഷ് ഈസ് ടു മീ. എനിക്ക് എൻ്റെ ശക്തമായ വിശ്വാസം, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം ഈ പണിക്കാണ്. അതേപോലെ എൻ്റെ ജീവിതത്തിൽ വന്ന മനുഷ്യന്മാരും എനിക്ക് ഈ പണി ചെയ്യാൻ ഇനിയും കറക്റ്റായിട്ട് ചെയ്യാൻ വഴി കാണിക്കാനുള്ള ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇത് ബ്രദർ ജോസ് ഒരു വശം വന്നു, ഒരു ഫ്രണ്ടായിട്ട്, ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനുള്ളൊരു പാർട്ട്ണറായിട്ട്. ജോസ് കഴിഞ്ഞിട്ട് രാജേഷ് വന്നു, എൻ്റെ മനസ്സും എൻ്റെ ആത്മാവിന് ആവശ്യമുള്ള ഒരു കമ്പാനിയനായിട്ട്. ബിക്കോസ് എനിക്ക് രാജേഷിൽ കാണുന്നത് എൻ്റെ ഒരു സോളിൻ്റെ ഒരു മിററാണ്. അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ അറിഞ്ഞു എന്നാണ് എൻ്റെ തോന്നൽ. ബിക്കോസ് ആ സമയത്ത് ഞാൻ മാനസികമായിട്ട് ഇനിയൊരു ആണായിട്ട് കാണാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ ഒരു റിലീജിയസ് ലൈഫിൽ പോകണം, എനിക്ക് സന്യാസിയായിട്ട് ഇരിക്കണം എന്നൊക്കെ ആയിരുന്നു. ഒരു രുദ്രാക്ഷയൊക്കെ ഇട്ടിട്ട് നടന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെയൊരു കമ്പല്ലിങ് ആകർഷണം എന്ന് പറയില്ലേ, ഇയാൾ കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ സംതിങ് ഇതൊരു കറക്റ്റാണ്. ഞാൻ വീട്ടിൽ വന്ന പോലെ ഒരു ഫീലിംഗ്, ഇതൊരു ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി, അങ്ങനത്തെ ഒരു ആശ്വാസം ആ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ്. മുടിയിൽ വരുമ്പോഴേക്ക് അയ്യോ ഇതൊരു എന്താ ഞാൻ എത്ര ഇങ്ങനെ കംഫർട്ടബിൾ ആയിപ്പോയി ഒരു സ്ട്രേഞ്ചറായിട്ട്. അത് കൊണ്ടുവന്ന ഒരു ഗിൽട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് കാണുമ്പോൾ എവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂറ്റി വരുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വന്ന പല ഇൻസിഡൻസും എങ്ങനെ എൻ്റെ ലൈഫിൽ രാജേഷിനെ അടുത്തടുത്തായിട്ട് കൊണ്ടുവന്നു. രാജേഷ് ഐ ഡോണ്ട് തിങ്ക് രാജേഷ് ഒരു ചോയ്സ് ഉണ്ടായി ഫൈനലി, എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ഹോസ്പിറ്റലിലും ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഞാൻ രജിസ്റ്ററിൽ ഞാൻ ഭാര്യയാണെന്ന് എഴുതി കഴിഞ്ഞപ്പോൾ രാജേഷ് അങ്ങനെ കുടുങ്ങി, പാവം. ഇനി വേറെ നിവൃത്തികേട് കൊണ്ട് ഇനി ഈ സാധനത്തിന് കെട്ടി തന്നെ വേണമെന്നൊരു അവസ്ഥയായിപ്പോയി. പക്ഷെ ആ മൊത്തം ഒരു ഇതിൽ എനിക്ക് തോന്നുന്ന എൻ്റെ പവേഴ്സ്, മുകളിലിരിക്കുന്ന എന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പവേഴ്സിന് തോന്നിയിട്ടുണ്ടാവും ഇവൾക്കൊരു ഇമോഷണലായിട്ടുള്ളൊരു ആങ്കറിൻ്റെ ആവശ്യമുണ്ട്. ഇനി പോകാനുള്ള മുന്നോട്ടുള്ള വഴികൾ കുറേയും കൂടി ഡിഫിക്കൾട്ടായിരിക്കും, കുറേയും കൂടി അടിയും എല്ലാം എടുക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ സമയത്തിൽ എനിക്ക് ഈ ആവശ്യമുള്ള ഒരു വല്ലാതെ ഒരു ആങ്കറിങ് പേഴ്സണാണ് രാജേഷ്. ബിക്കോസ് രാജേഷിനെ കാട്ടി വേഴ്സ്റ്റ് ക്രിട്ടിക്ക് എൻ്റെ ലൈഫിലില്ല. ഏതൊരു കാര്യം എന്നെ ഫസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്ന രാജേഷായിരിക്കും. അതേപോലെ ഏതൊരു കാര്യം അത് ശരിയാണെങ്കിൽ എൻ്റെ കൂടെ ഏത് ലെങ്ത് വരയ്ക്ക് കൂടി എൻ്റെ കൂടെ നിൽക്കാൻ റെഡിയാവുന്നതും രാജേഷാണ്. അതിൽ പ്രത്യേകമായുള്ളൊരു ക്വാളിറ്റി രാജേഷിന് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു റെസ്ക്യൂ ചെയ്യുന്നു. രാജേഷ് ഇന്ന് വരയ്ക്കും നീ റെസ്ക്യൂ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. രാജേഷ് പറയുന്ന ഡയലോഗ് എന്താണ്? നാളെ നീ വയസ്സായിപ്പോയി, നിനക്ക് റെസ്ക്യൂ പോകാൻ കിട്ടിയില്ല, അപ്പോൾ ആ സമയത്ത് അപ്പോഴും റെസ്ക്യൂ നടക്കണ്ടേ? നിനക്ക് തോന്നുന്നുണ്ടോ ഇനി അടുത്ത 5 വർഷത്തിൽ 10 വർഷത്തിൽ നീ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടും? ഓക്കെ, 10 വർഷം കഴിഞ്ഞ് ആരാ ചെയ്യാൻ പോണ്?
ഓക്കെ. അപ്പോൾ അവരെയൊക്കെ ഇപ്പം തന്നെ കൂട്ട്, ഫസ്റ്റ് നീ കൂട്ട്, പിന്നെ അവരെ തന്നെ ചെയ്യാൻ പഠിപ്പിക്കും. സോ ദാറ്റ് നീ ചെയ്യുന്ന പണി ഒരു 10 ആൾക്കാർ 10 ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. ഒരു ആളിനെ എല്ലാം നീ റെസ്ക്യൂ ചെയ്യേണ്ടത്, ഇത് 10 ആൾക്കാരെ 10 ഡിഫറെൻറ്റ് ലൈനിൽ റെസ്ക്യൂ ചെയ്യണം. അങ്ങനെ ആൾക്കാരുടെ ഒരു ആർമി ക്രിയേറ്റ് ചെയ്യും. ഒരു അപ്രോച്ചിനെ മൾട്ടിപ്ലൈ എങ്ങനെയാണ് ചെയ്യുക, സ്കെയിലപ്പ് എങ്ങനെയാണ് ചെയ്യുക, അതൊക്കെ പഠിപ്പിച്ചത് രാജേഷാണ്. രാജേഷിൻ്റെ മാസ്റ്റർ ക്ലാസ് ആണെന്ന് ഞാൻ പറയും. അതേപോലെ ഒരു സ്ഥാപനം സ്ഥാപിക്കുക, ഒരു ഹോം സ്ഥാപിക്കുക, എൻ്റെ കയ്യിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ബ്രദർ ജോസ്, ഞാനും ബ്രദർ ജോസ് കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മാക്സിമം തിങ്കിങ് എന്തായിരിക്കും, ചെറിയൊരു 5 സെൻറ്റോ 10 സെൻറ്റ് ലാൻഡ് മേടിക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഷെഡ് ഇടുക, വേണമെങ്കിൽ അതിൻ്റെ ഷെഡിൻ്റെ മുകളിൽ ഒരു ഷെഡ് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രാജേഷ് അങ്ങനെയല്ല. രാജേഷ് 100 വർഷത്തിന് മുന്നേ വിചാരിക്കും 1 സെൻറ്റ് 5 സെൻറ്റ് 10 സെൻറ്റ് 10 ഏക്കർ നീ മേടിക്കണം. ഓക്കെ, നീ പറയുന്നു അവരെ ജയിൽ പോലെ ഫീലിംഗ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ടൗൺഷിപ്പ് പോലെ നീ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവണം, സോ ദാറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് ഫീൽ ആവണം. ഓക്കെ, ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്ന ഒരു ഹോം പോലെ ആവാൻ പാടില്ല. അത്രയും ഓപ്പൺ സ്പേസ് ഉണ്ടാവണം, കൾട്ടിവേഷൻ ഉണ്ടാവണം, ചെടികൾ ഉണ്ടാവണം, മരങ്ങൾ ഉണ്ടാവണം. അവർക്ക് തോന്നണം ഇത് നമുക്കൊരു സേഫ് സ്പേസ് ആണ്. അങ്ങനെ ഒരു വിഷണറി കാഴ്ചപ്പാട് രാജേഷാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത്. അതേപോലെ ആ കാഴ്ചപ്പാടിനെ എങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ രാജേഷിൻ്റെ കഴിവുകൾ യൂസ് ചെയ്തിട്ട് സ്കെയിലപ്പ് ചെയ്യുക, ആ ഐഡിയ രാജേഷ് കൊണ്ട് കാണിച്ചു തന്ന കാരണമാണ് ഞാനും ഫിലിം മേക്കിങ്ങും ഫിലിം പ്രൊഡക്ഷനിൽ ഇറങ്ങിയത്. സോ ദാറ്റ് എനിക്ക് മനസ്സിലായി. എൻ്റെ പടം തെലുങ്കിൽ നാ ബംഗാരു തല്ലിയായിരുന്നു. അതിന് 3 നാഷണൽ അവാർഡ്, 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇൻ്റർനാഷണലി മോർ ദാൻ 35 അവാർഡ്സും ഫിലിം ഫെസ്റ്റിവൽസിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് നമ്മൾ രണ്ടുപേരിനെ ഭയങ്കരമായിട്ട് ഫീലാക്കിയിരിക്കുന്ന ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ വിച്ച് ഹണ്ടിങ്ങിനെ പറ്റിയിട്ട് ഒരു സിനിമയാണ് എടുത്തിരിക്കുന്നത്. അത് സിഡ്നി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ആവുന്നു ഈ ഒക്ടോബറിൽ. ഇങ്ങനത്തെ പല കാര്യങ്ങളിനെ നമ്മൾ നമ്മുടെ ലെവലിൽ സ്പീച്ച് കൊടുത്തിട്ട് മാത്രമല്ല, സിനിമ എന്ന് പറഞ്ഞൊരു ചാനലിൽ നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിനെ ഡിഫറെൻറ്റ് ലെവൽ. എന്ന് വെച്ചാൽ ഒരു മുൻകാഴ്ച വെച്ച് ഒരു വിഷൻ വെച്ചിട്ട് ഇത് എന്നും എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലമിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് ആയുധങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് രാജേഷ് എനിക്ക് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു എന്താ പറയുന്ന ഒരു സ്ഥിരത. ഞാൻ വീട്ടിൽ വരണം, ചോറുണ്ടാക്കണം, കറികൾ ഉണ്ടാക്കണം, ഈ മനുഷ്യൻ്റെ കുത്തുവാക്കുകൾ കേൾക്കണം, ഇങ്ങനത്തെ ഒരു നോർമൽസി ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോർമൽസിയാണ്. എന്താ പറഞ്ഞാൽ രാവിലെ നിന്ന് വൈകുന്നേരം വരയ്ക്ക് റേപ്പും അതും ഇതും, അവർ വിറ്റു ഇവർ വിറ്റു, അത് ചെയ്തു ഇത് ചെയ്തു, അവർ വന്ന് ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ സാമ്പാർ ഉണ്ടാക്കണം, പുളിശ്ശേരി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇയാളുടെ 4 വാക്കുകൾ കേൾക്കണം അതിനെ പറ്റിയിട്ട്. സഡനായിട്ടൊരു കട്ടാണ്, ഒരു നോർമൽസിക്ക് ഒരു കട്ടാണ്. എത്രമാത്രം ആവശ്യമുണ്ട് അത് സ്ട്രെസ്സും ബേൺ ഔട്ട് ഇല്ലാണ്ടിരിക്കാൻ. ഇത്രയും ആൾക്കാർ ഈ ഫീൽഡിൽ വരുന്നു ഈ പണിയെടുക്കാൻ. 1-2 വർഷത്തിൽ അവർ വിട്ടു ഓടിപ്പോകുന്നു. ബിക്കോസ് ബാലൻസ് ആവുന്നില്ല. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയില്ലേ, ആ ബാലൻസാണ് രാജേഷ്. അതേപോലെ തന്നെ ബ്രഹ്മാണ്ഡം തുടങ്ങുന്ന സമയത്ത് ടെഡിലെ സ്പീച്ചിന് ശേഷമാണ് കാശ് കിട്ടുന്നത്. അവിടെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ടാണ്. 10 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പോലും അത്തരം ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അവിടുന്ന് അതിന് വാഗ്ദാനം കിട്ടുക, അതിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് അത്ഭുതപ്പെടുത്തിയത്? ശരിക്കും അത്രയും നന്മയുള്ള നാടാണ് നമ്മുടേത്. ആ മൊത്തം ടെഡിൻ്റെ ഇൻസിഡൻറ്റ് തന്നെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ബിക്കോസ് എനിക്ക് ടെഡ് എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ പോകുന്നതും അതിൻ്റെ ഒരു പ്രോസസ്സ്, അത് ബുക്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കഥ എങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട്, ഇത്ര വലിയൊരു വണ്ടിയായിരുന്നു, എനിക്ക് ഇത്ര വലിയൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണെന്ന്. പക്ഷെ അവിടെ എനിക്ക് 18 മിനിറ്റാണ് അവർ തന്നത് സംസാരിക്കാൻ. ടെഡിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, 5 മിനിറ്റ് 18 മിനിറ്റ് അങ്ങനത്തെ ടൈം സ്ലോട്ട്. ആ ടൈമിൽ നിന്ന് 1 സെക്കൻഡ് നിങ്ങൾ കൂടുതൽ എടുക്കാൻ കിട്ടില്ല. നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറക്കി കളയും അവർ.
എനിക്ക് സംസാരിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഈ ഇൻ്റർവ്യൂവിൽ എത്ര നേരം ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ എനിക്ക് സ്പീച്ച് കൊടുക്കാനൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ സ്പീച്ച് കൊടുക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ അന്നൊരു ശരിക്കും ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമായിപ്പോയി. സ്റ്റേജിൽ കയറി സ്പീച്ച് തുടങ്ങുമ്പോൾ ഒരു 11 മിനിറ്റിൽ തന്നെ എൻ്റെ മാനസികമായിട്ട് എനിക്ക് മതിയായി. എനിക്ക് മതി. അത് 8ാമത്തെ 9ാമത്തെ മിനിറ്റിൽ എനിക്ക് തുടങ്ങി എൻ്റെ മൈൻഡിൽ ഇത്ര മതി ഈ ആൾക്കാർക്ക്, ഇതിനെക്കാട്ടി കൂടുതൽ വേണ്ട. സോ ശരിക്കും അൺഎക്സ്പെക്റ്റഡായിട്ട് 18 മിനിറ്റ്സ് ഞാൻ എടുത്തില്ല, 11 മിനിറ്റ്സ് 40 സെക്കൻഡിൽ ഞാൻ എൻ്റെ സ്പീച്ച് നിർത്തിയിട്ട് എനിക്ക് എന്നൊരു വല്ലായ്മയായിരുന്നു. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈലൻസ് ആണ്. ആ ഓഡിറ്റോറിയമിൽ മൈസൂരിൽ ഒരു 2000ഓളം ആൾക്കാരാണ് ആ ഓഡിറ്റോറിയമിൽ ഇരിക്കുന്നത്. അവിടെ ഒരു പിൻസൂചീൻ്റെ സൗണ്ടില്ല, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈലൻസ് ആണ് അവിടെ. എനിക്ക് ആ സൈലൻസ് കൊണ്ടൊരു വല്ലായ്മ, എന്താ അതെന്ന്. 11 മിനിറ്റ്സ് 40 സെക്കൻഡ്സ് ഞാൻ നിർത്തി, നമസ്തേ അടിച്ചു. പിന്നെ ഞാൻ തല ഇങ്ങനെ പൊക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എണീച്ചു. ഒരു സ്റ്റാൻഡിങ് ഒവേഷനാണ് എനിക്ക് അടുത്ത ഒരു 5 മിനിറ്റ്, ഒരു സ്റ്റോപ്പില്ലാത്തൊരു. ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കൈ കൊണ്ട് എന്താ ചെയ്യുക, ഞാൻ ഇവർ നമസ്തേ അടിക്കണോ കുമ്പിടണോ എന്താ ചെയ്യുക എനിക്കൊരു പിടിയില്ലാത്തൊരവസ്ഥ. താഴെ ഇറങ്ങണോ പോണോ. ആ ഒരു 5 മിനിറ്റ്സ് എൻ്റെ ജീവിതത്തിനെ മാറ്റി. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫസ്റ്റ് പബ്ലിക് അക്നോളജ്മെൻറ്റ്. എനിക്ക് ഞാൻ പറയാം, ഇത്രയും ഒരു ആൾക്കാർ ശരിക്കും നമ്മൾ ഈ കഥകൾ ആൾക്കാർക്ക് എത്തിച്ച, കറക്റ്റായുള്ള ആൾക്കാർക്ക് എത്തിച്ച. ബിക്കോസ് ടെഡിൻ്റെ കമ്മ്യൂണിറ്റി ആരാണ്, ഓഡിയൻസ് ആരാണ്, ആരും എവരും അവിടെ പോയി ഇരിക്കാൻ കിട്ടില്ല. ശരിക്കും ഉള്ളിൽ ഒരു മനുഷ്യത്വം, ആ ബോധത്തിനെ മനസ്സിലാക്കിയ ആൾക്കാരാണ് കാശ് കൊടുത്ത് വന്ന് സ്പീച്ചസ് കേൾക്കാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കറക്റ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ എത്തിച്ച ഒരു വലിയൊരു സമൂഹം നിനക്ക് വേണ്ടിയിട്ട് നിൽക്കും. ആ 5 മിനിറ്റ് സ്റ്റാൻഡിങ് ഒവേഷൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്ന ഒരു ലാസ്റ്റ് പോർഷൻ വരുമ്പോഴാണ് ഈ 5 മിനിറ്റ് ഒരു വല്ലാതെ ഒരു 5 മിനിറ്റ് ആയിരുന്നു. ഇന്നും എനിക്ക് ആ 5 മിനിറ്റിനെ വിചാരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ആവും, എന്താ പറഞ്ഞാൽ ഒരു വല്ലാതെ ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് ആ 5 മിനിറ്റ് ഇന്ന് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എത്രയോ സ്പീച്ചസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് വരുമ്പോഴാണ് ഇറ്റലിയിൽ നിന്നൊരു സ്ത്രീ, റോസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവളിങ്ങനെ എണിച്ച് അവൾ നിലവിളിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് എന്താ നിലവിളിക്കുന്ന ഒരാൾക്കും പിടിയില്ല സഡനായിട്ട്. ബിക്കോസ് എൻ്റെ 18 മിനിറ്റ് ഉണ്ടേ, എൻ്റെ 18 മിനിറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഓരോരു സ്പീക്കറിന് കൊടുത്തിരിക്കുന്നത്. 11th മിനിറ്റിൽ ഞാൻ എൻ്റെ 7 മിനിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ 5 മിനിറ്റ്സ് പോയി, ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഈ 2 മിനിറ്റിലാണ് നടക്കുന്ന അടുത്ത മിറക്കിൾ. ആ കുട്ടി എണിച്ച് പറയുന്നത്, ഞാൻ ഇവരുടെ ഓർഗനൈസേഷന് $10,000 ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു, ഇനിയൊരു 10 പേരെ എന്നെ മാച്ച് ചെയ്യൂ. ഓക്കെ, ഇൻ ലെസ് ദൻ 30 സെക്കൻഡ്സ് 10 പേര് എണിച്ചു, മാച്ച് ചെയ്തു. സോ ലെസ് ദൻ 1.5 മിനിറ്റിൽ $100,000 ആണ് അന്ന് റേസ് ആയത് ഈ കോസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു മിനിറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ആങ്കർ ലക്ഷ്മി പ്രത്തൂരി എന്ന് പറഞ്ഞ ആങ്കർ സ്റ്റേജിൽ വന്നിട്ട് അവരെൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിരുന്നു, ഈ സ്പീച്ചൊക്കെ ചെയ്യുന്ന മുമ്പ് ടെഡിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, നിങ്ങളൊന്നും പിച്ച് ചെയ്യാൻ കിട്ടില്ല, നിങ്ങളൊന്നും ചോദിക്കാനോ മാർക്കറ്റിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാൻ കിട്ടില്ല, നിങ്ങൾക്ക് ഉള്ള സബ്ജക്റ്റ് തന്ന അത് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫണ്ട് റേസിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാൻ കിട്ടില്ല. ഇതൊക്കെ മുമ്പ് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഓർഗനൈസേഷനെ ബന്ധപ്പെട്ട ഒരു കാര്യം ഒരാൾക്കും പറഞ്ഞിട്ടില്ല. എൻ്റെ സ്പീച്ചിൽ അത് ഒരു വാക്കും കൂടി ഇല്ല. പക്ഷേ ഈ സ്ത്രീ മുകളിൽ വന്നപ്പോൾ, ബിക്കോസ് ഇനി ഒരു 1.5 മിനിറ്റ് ഉണ്ട് കയ്യിൽ, അവർ വന്ന് ചോദിച്ചു, സുനീത ഇപ്പം നിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഞാൻ പറഞ്ഞു, എന്നെ ഇപ്പോൾ പുറത്താക്കണം, എന്നെ റോട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഞാൻ എവിടെയാണ് റെൻറ്റഡ് റൂം എടുത്തിരിക്കുന്നത്, അവരെന്നെ പോകാൻ പറഞ്ഞിരിക്കുകയാണ്, എന്നെ സ്ഥലം മാറാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ്. എനിക്ക് അത് ഒരു ലാൻഡ് ഞാൻ മേടിച്ചു കഴിഞ്ഞു, പക്ഷേ അതിലൊരു സ്ഥാപനം വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 10 കോടി രൂപ ആവശ്യമുണ്ട്. എനിക്ക് അത് എവിടെ നിന്നാണ് വരാൻ പോകുന്നത് എനിക്കറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ കാണുന്നതിൻ്റെ ഇത്. അത് പറഞ്ഞു, തിരിച്ചു വന്നു. 15 ദിവസത്തിൽ ആ 10 കോടി എനിക്ക് എത്തി. അത് എങ്ങനെ എത്തി, എങ്ങനെയൊക്കെ ഒരു കാശും ബ്ലാക്കായിട്ട് എത്തിയിട്ടില്ല, എല്ലാം ശരിക്കും വൈറ്റ് ട്രാൻസാക്ഷൻ. ഗൂഗിൾ എനിക്ക് $1 മില്യൺ ആണ്, 5 കോടി.
ഇനിയൊരു 5 കോടി പല ആൾക്കാരും എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്ലാരിറ്റിയോടെ മനസ്സിലാവുന്നത്. 2009 വരയ്ക്ക് ടെഡ് ആവുന്നവർക്ക് ലോകത്തിലിരിക്കുന്ന ഈവലും തെറ്റ് എലിമെൻറ്റ്സ്, റോങ് എലിമെൻറ്റ്സ് ആയിരുന്നു ഞാൻ കൂടുതൽ കണ്ടത്. അങ്ങനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു ഫീലിംഗ് കൂടുതലും. ഓഫ് കോഴ്സ് എത്രയോ ആൾക്കാർ എന്നെ 2009 വരയ്ക്കും സപ്പോർട്ട് ചെയ്തിരുന്നു, ഇല്ല എന്നല്ല പറയാം. പക്ഷെ യൂണിവേഴ്സിൽ കൂടുതലും നല്ല ആൾക്കാരാണ്, കുറച്ച് ആൾക്കാരാണ് ഈവിൽ. ആ തിരിച്ചറിവ് വന്നത് ടെഡ് കാരണമാണ്. പക്ഷെ ആ നല്ല മനസ്സുകൾ എണിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് നമ്മളൊരു സാഹചര്യം എനിക്ക് അത് ടെഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല വേറെ ഇതിലെനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. സോ ബട്ട് ഞാൻ പറയുന്നത് ദൈവം തമ്പുരാൻ എനിക്ക് ആ ടെഡ് എക്സ്പീരിയൻസ് തന്നത് ലോകത്തിലിരിക്കുന്ന നന്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ഒരു സേഫ് സ്പേസ് ഉണ്ട് ജീവിക്കാൻ. എന്നാൽ അവരെ ആരും പുറത്താക്കാൻ പറ്റില്ല. അത് അവരുടെ സ്ഥലമാണ്, അവരുടെ ആധിപത്യമുള്ളൊരു സ്ഥലമാണ്. അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് ഇന്ന് എനിക്ക് ആ ഒരു തിരിച്ചറിവ് കാരണമാണ് ഇങ്ങനത്തെ ഒരു ബുക്ക് എഴുതും. അവിടെ മാത്രമായിട്ട് എത്ര പേരാണ് കഴിയണേ? ഏത് സമയത്തും നിയർലി 350 to 400 ആൾക്കാരുണ്ടാവും. കപ്പാസിറ്റി 1000 കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. പക്ഷേ നിയർലി 300-400 ആൾക്കാർ 100%. ചോദിച്ച് തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിലതൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സംസാരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പുസ്തകം വാങ്ങി വായിക്കണം. ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുള്ള ഓരോ സ്പേസിലും 1000 ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. നാട്ടിലേക്ക് വരുമ്പോൾ ഈ താമരപ്പാടത്ത്, പാലക്കാട് താമരപ്പാടത്ത് പോകാറുണ്ടോ? അച്ഛനമ്മയെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല, അവർ ഈ ജേണിയിൽ എങ്ങനെയാണ് പിന്തുണച്ചതെന്ന് എനിക്ക് പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായതാണ്. താമരപ്പാടത്ത് അവസാനം പോയത് എപ്പോഴാണ്? എല്ലാ വർഷവും ഞാൻ ജാനുവരി 26-ാം തീയതി താമരപ്പാടത്തിലുണ്ടാവും. കുടുംബക്ഷേത്രത്തിൽ പൂജകളുണ്ടാവും. ആ പൂജകൾ എൻ്റെ ജീവിതത്തിന് വലിയൊരു ഭാഗമാണ്. ആ സമയമാണ് കുടുംബയോഗം നടക്കുന്ന. എൻ്റെ ചെറിയച്ഛന്മാരും എൻ്റെ ചേട്ടനും അനിയനും എല്ലാവരും അവിടെ അന്നെത്തും. എല്ലാവരും ഓരോരുത്തരെ കാണും. പക്ഷേ എനിക്ക് എൻ്റെ സ്പിരിച്വൽ റിജുവനേഷൻ്റെ ഒരു സമയമാണ് താമരപ്പാടം. ബിക്കോസ് താമരപ്പാടം എൻ്റെ മുത്തിയമ്മൻ്റെ ഓർമ്മകളാണ്, താമരപ്പാടം എൻ്റെ ദൈവങ്ങളുടെ ഓർമ്മയാണ്. അതിനെ കാണാനും ആസ്വദിക്കാൻ എല്ലാ വർഷവും ഞാൻ ഒരു ദിവസം ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. നന്ദിക്കപ്പുറത്തേക്ക് എനിക്കൊരുപാട് ബഹുമാനമുള്ള ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ വർത്തമാനങ്ങളിൽ മാം പറയുന്ന കണക്കുകളാണ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഈ ഇന്ത്യയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഉള്ളതിൻ്റെ ഒരു യഥാർത്ഥ പാഠവും അത്തരം കണക്കുകളിലൂടെ പോയാലേ നമ്മൾ ഏത് സംസ്കാരത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംസ്കാരം എന്ന് പറയുന്ന വാക്ക് എപ്പോഴും പ്രയോഗിച്ചാലും ഈ കണക്കുകൾ ഓർക്കും. കാരണം എന്ന് വെച്ചാൽ ഇതും കൂടെ ചേരുന്നതാണ് നമ്മുടെ സംസ്കാരം. ഇത് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംസ്കാരമുള്ള മനുഷ്യരായി മാറും. അങ്ങനത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകളിൽ ഒരാളാണ് സുനിത മാമിൻ്റെ. അതുകൊണ്ട് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷമുണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സിലെ ഫീൽ എന്ന് പറയാൻ പറ്റില്ല. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു.